ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ടൗൺകോ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി കുറച്ച് നാളത്തേക്ക് സെയിലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന്. കാരണം ഞാനതൊരു വീഡിയോ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാം. എന്താ റീസൺ എന്നുള്ളത് ഏകദേശം നെക്സ്റ്റ് മന്ത് ഫുള്ള് ചിലപ്പോൾ സെയിൽ പോസ്റ്റോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. സെയിൽ സ്റ്റോപ്പ് ചെയ്യില്ല, സെയിൽ കണ്ടിന്യൂ തന്നെ ചെയ്യും. ഇപ്പോൾ ഇവിടെ ലോഡ് വന്നതിൽ കുറച്ച് സ്റ്റോക്ക് ഇനിയും ബാലൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫ്ലവറിങ് ആവുന്നതിനനുസരിച്ചിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഫ്ലവറിങ് ആയ പ്ലാന്റ്സ്. അപ്പോൾ ഈ പ്ലാന്റ്സൊക്കെ വേണമെന്നുള്ളവർ ഇതെൻ്റെ വാട്സപ്പ് നമ്പറാണ് മെയിലിൽ ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിലൊന്ന് മെസ്സേജ് ഇട്ടാൽ മതി, നിങ്ങൾക്ക് ഏത് പ്ലാന്റ്സാണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് അയച്ചു തരും. നെക്സ്റ്റ് വീക്ക് കൂടെ ചിലപ്പോൾ കൊറിയർ ഉണ്ടാവുള്ളൂ കേട്ടോ. അതിനുള്ളിൽ മാക്സിമം എനിക്ക് പ്ലാൻസ് ഷിഫ്റ്റ് ചെയ്യാനോ ഒന്നിനും പറ്റാത്തൊരു സിറ്റുവേഷനാണ്. അതുകൊണ്ടാണ് മാക്സിമം നിങ്ങൾക്ക് അയച്ചു തരാം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ്. ഇതൊക്കെ പന്നീർ റോസും പിന്നെ എലിസബത്ത് റോസ്, സമ്മർ സ്നോ, അഹല്യ, പിന്നെയുള്ളത് വെറൈറ്റീസ് ആയിട്ടുള്ള ഡബിൾ ഷെയ്ഡഡ് റോസ്, ഇതൊക്കെയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇനി കുറച്ച് പേർക്കുള്ള കൊറിയർ പെൻഡിങ് ആണ്. കൊറിയർ പെൻഡിങ് ആയിട്ടുള്ളവർക്കൊക്കെ തിങ്കളാഴ്ച ദിവസം അയക്കും. പിന്നെ കുറച്ച് പേർക്കുള്ള കൊറിയർ നാളെ തന്നെ അയക്കുന്നതായിരിക്കും. ഇതേപോലത്തെ പിങ്ക് ഷെയ്ഡ് വരുന്ന കുറച്ച് റോസും, ഓറഞ്ച് ഷെയ്ഡ്, റെഡ്, യെല്ലോ, വൈറ്റ് 7 ഡേ വൈറ്റ് പനനീർ റോസും ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ഈ പിങ്ക് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളത്, കാരണം അതിൻ്റെ ഒരു നമ്മുടെ 7 ഡേയ്സിൻ്റെയൊക്കെ ടൈപ്പ് ഒരു പിങ്കാണിത്. കാരണം അതിൻ്റെ പെറ്റൽ അറേഞ്ച്മെൻറ്റ് കാണില്ല. നിങ്ങൾ 7 ഡേയ്സും ഇതും തമ്മിൽ നോക്കിക്കഴിഞ്ഞാൽ വലിയ ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല. കളർ മാത്രമേ ചേഞ്ച് ആവുന്നുള്ളൂ തോന്നും. അങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റ് വരുന്നൊരു റോസാണ്. പിന്നെ ഇത് ജമന്തിയാണ്. ജമന്തിയുടെ ഇതുപോലത്തെ പ്ലാന്റ്സ് ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക് അയച്ചു തരുന്നത്. ഇത് കുറച്ച് പേര് ചോദിച്ചു ചുവട്ടിന്ന് തൈ വരുന്നതാണോ അതോ കുറച്ച് കഴിയുമ്പോൾ നശിച്ചു പോകുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ചുവട്ടിന്ന് തൈകൾ വരുന്നത് എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് നിലത്തൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ തൈകൾ കിട്ടും. അതായത് ഇപ്പോൾ സീസണിലാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ പ്ലാന്റ്സ് വെച്ച് കഴിഞ്ഞാൽ ഫ്ലവറിങ് കഴിഞ്ഞ് അത് നശിച്ചു പോകുമോ, നമുക്കതിൽ നിന്ന് തൈകൾ കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതുപോലെ ചുവട്ടിൽ നിന്ന് തൈകൾ വരും. നമുക്കത് തറയിലൊക്കെ നട്ട് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഹാരജമന്തിയൊക്കെ തറയിൽ വെക്കില്ലേ, അതുപോലെ വെച്ച് കഴിഞ്ഞാൽ നിറയെ തൈകൾ ചുവട്ടിൽ നിന്ന് തന്നെ പൊട്ടി വരുന്നുണ്ടോ. ഇതൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് ഒടിഞ്ഞു പോയ ജമന്തിയൊക്കെയാണ്. അപ്പോൾ ഞാനത് ഇങ്ങനെ തന്നെ വെച്ചിരുന്നു, വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു അതൊന്ന് റെഡിയായി വരുന്നു. അപ്പോൾ തൈകളൊക്കെ വന്നിട്ട് ഞാൻ കമ്പ് കുത്തി പിടിപ്പിച്ചിടണം കേട്ടോ. പിന്നൊരു കാര്യം, കുറച്ച് പേരുടെ ജമന്തി കോംബോ ഇപ്പോൾ പെൻഡിങ് ആണ്. അത് തിങ്കളാഴ്ച ദിവസമേ അയക്കുള്ളൂ. കാരണം ഇവിടെ ഇത് ഒരു പട്ടിക്കൂട് ഉണ്ട്, അപ്പോൾ അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ വെച്ചിരുന്ന ജമന്തീസൊക്കെ അവരുടെ എന്തോ പറ്റിയതാണെന്തോ വന്ന് വീഴുകയോ എന്തോ ചെയ്തിട്ട് കുറച്ച് ജമന്തി പ്ലാന്റൊക്കെ പോയിട്ടുണ്ട് കയ്യിൽ നിന്ന്. 3 ബ്രാഞ്ചസ് ഉള്ളത്, 2 ബ്രാഞ്ചസ് ഉള്ളതിലൊക്കെ പകുതി വെച്ച് ഒടിഞ്ഞു പോയത്, പ്ലാന്റ് ഫുള്ളായിട്ട് നശിച്ചു പോയതൊക്കെ ഉണ്ട്. അപ്പോൾ അത് കുറച്ച് പേരെടുത്ത് ഞാൻ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു, ഇങ്ങനെയാണ് പ്ലാന്റ്സ് നശിച്ചു പോയിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു 1 വീക്ക് ആവും. കുറച്ച് പ്ലാന്റ്സൊക്കെ പോയിട്ടുണ്ട്. എന്നാൽ കുറച്ച് പ്ലാന്റ്സ് ആണ് കോംബോയിൽ ഏകദേശം ഒരു 5 കളർ, അതിൽ നിന്ന് ചിലതിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ 3 കളേഴ്സൊക്കെ പോയതുണ്ട്. ഒരു പിങ്കും റെഡ്, ഓറഞ്ച്, ആ ഒരു ടൈപ്പ് കളേഴ്സാണ് എൻ്റെ കയ്യിൽ നിന്ന് പോയത്. അപ്പോൾ അതിനിപ്പോൾ ആ ഒരു കളറിന് കിട്ടാനും ചാൻസ് കുറവാണ്. അപ്പോൾ ഇടയ്ക്കുള്ളൊരു ലോഡ് കുറച്ച് പ്ലാന്റ്സ് ഉണ്ടായിരുന്നു, അത് ഞാൻ പകരം അയക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ കുറച്ച് പേര് ഓക്കെ പറഞ്ഞു. അവർക്കുള്ള പ്ലാൻസ് കുറച്ചൊക്കെ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയും 2-3 പേർക്കുള്ള പെൻഡിങ് ഉണ്ട്. അപ്പോൾ അത് നെക്സ്റ്റ് മൺഡേ ആയിരിക്കും അയക്കുന്നത്. ജമന്തി കോമ്പ് പിന്നെ ഒരു 2 സെറ്റ് കൂടെ ബാലൻസ് ഉള്ളൂ. കാരണം എൻ്റെ കയ്യിൽ നിന്ന് കുറേ പോയി. അപ്പോൾ അതിന് റീപ്ലേസ്മെൻ്റ് അല്ല, അപ്പോൾ അതിന് പകരം ഇപ്പോൾ പുതിയ ലോഡിലാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ പിന്നെ ഒരു 2 സെറ്റ് കൂടെ ഉണ്ട്. ആർക്കെയിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഇപ്പോൾ വന്നിട്ടുള്ള ജമന്തിയുടേത് ഞാനൊരു 2 ദിവസം മുമ്പൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വെറൈറ്റീസ് ആയിട്ടുള്ളതാണ്, നല്ല ഹൈറ്റുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ. അപ്പോൾ ജമന്തി പ്ലാന്റ്സ് വേണമെന്നുള്ളവരൊന്ന് കോൺടാക്ട് ചെയ്യുക. ഇതെൻ്റെ ഫേവറേറ്റ് റോസാണ്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് നടന്നൊരു റോസാണ്. എനിക്കങ്ങനെ റോസ് കിട്ടി. നല്ല ഭംഗിയുള്ളൊരു റോസാണ്. ഇതിൻ്റെ കറക്റ്റ് ഐഡിയയും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഒരുപാട് തപ്പി നടന്നൊരു നാടൻ ബഡ്ഡിങ് ആണ് ഈ ഒരു പ്ലാന്റ്. നാടൻ വെറൈറ്റി തന്നെയാണ്, പക്ഷെ നമുക്ക് ഓൺ റൂട്ടഡ് കിട്ടാൻ ഇച്ചിരി പാടാണ്. പിന്നെ കിട്ടിയപ്പോൾ എനിക്ക് നാടൻ ബഡ്ഡിങ് കിട്ടിയതുകൊണ്ട് ഞാൻ എൻ്റെ പേഴ്സണൽ കളക്ഷനിലേക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചൊരു പ്ലാന്റ് ആട്ടോ. ഇതിപ്പോൾ ഫസ്റ്റ് ഫ്ലവറാണ്. അപ്പോൾ അതിൻ്റെ അടുത്തുള്ള ഫ്ലവേഴ്സ് വരുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയാണ്. അപ്പോൾ അത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ.
പിന്നെ കുറച്ച് പേരൊക്കെ ചോദിച്ചു ലോട്ടസിൻ്റെ ഫോട്ടോസോ വീഡിയോസോ എന്താ അപ്ലോഡ് ചെയ്യാത്തതെന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേറൊന്നുമല്ല, എൻ്റെ കയ്യിൽ ഫോണിൽ സ്റ്റോറേജ് കുറവായതുകൊണ്ട് ഫ്ലവറിംഗ് ഒക്കെ ആകുമ്പോഴത്തേക്കും അതിൻ്റെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യാതെ കളയുക ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കുറച്ച് പിക്ചർ മാത്രമേ എൻ്റെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ഈ വെറൈറ്റീസൊക്കെയാണ് ഇപ്പോൾ ട്യൂബേഴ്സും റണ്ണേഴ്സും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളത്. അഖില, കാവേരി, മിറാക്കിൾ, പിങ്ക് ക്ലൗഡ്, കർണ, ഇതിൻ്റെയൊക്കെ തൈകൾ അവൈലബിൾ ആണ്. ഇപ്പം നല്ലൊരു സീസണാണ്, നമുക്ക് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ ബ്ലൂം ചെയ്യുന്ന ടൈപ്പ്, അതായത് നമ്മുടെ എന്താ പറയുക ട്രോപ്പിക്കലായിട്ടുള്ള ലോട്ടസും വാട്ടർ ലില്ലീസുമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെയും പ്ലാന്റ്സ് വേണമെന്നുള്ളവരൊന്ന് കോൺടാക്റ്റ് ചെയ്യുക. പ്രെറ്റി വുമൺ, പിന്നെ അഖില, ഗ്രീൻ ആപ്പിളിൻ്റെ റണ്ണർ, അതൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ലോട്ടസൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കിപ്പോൾ വീട് പാലുകാച്ചോ അങ്ങനെയൊക്കെ വരുന്നവർക്കാണെന്നുണ്ടെങ്കിൽ വീടിൻ്റെ ഫ്രണ്ടിൽ അലങ്കരിച്ച് വെക്കാനായിട്ട് പറ്റുന്നൊരു പ്ലാന്റാണ് കേട്ടോ. ഇന്ന് പ്ലാന്റ്സ് അയച്ചിട്ടുള്ളത് ഷിജിന TS, സുഹൈൽ, രാധിക, രഞ്ജിനി C, സജിത AV, ഇത്രയും പേർക്കുള്ള 5 പേർക്കുള്ള പ്ലാന്റ്സാണ് ഇന്നത്തെ ദിവസം ഇവിടെ നിന്ന് ഡിസ്പാച്ച് ആക്കിയേക്കുന്നത്. കാരണം ഒരുപാട് പേർക്കുള്ളത് അയക്കാനായിട്ട് പറ്റിയിട്ടില്ല. 5 പേരുടെ പ്ലാന്റ്സ് മാത്രമേ ഇന്ന് അയച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഇനിയുള്ള ദിവസങ്ങളിൽ കൊറിയർ നല്ല ഡിലേ വരും. അതുകൊണ്ടാണ് ഞാൻ 1 മാസത്തേക്ക് സ്റ്റോപ്പ് ചെയ്യും, 1 മാസം 1.5 മാസത്തേക്ക് സ്റ്റോപ്പ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ളത്. അതെന്താണെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നിങ്ങൾക്കൊരു വീഡിയോ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയും പേർക്കുള്ള പ്ലാൻസ് ഇന്ന് അയച്ചിട്ടുണ്ട്. നാളെ തന്നെ മാക്സിമം എന്നല്ല, നാളെ തന്നെ പ്ലാൻസ് പോയി കളക്ട് ചെയ്യുക. പിന്നെ ഇതിൽ നിന്ന് ഉള്ള മണ്ണ് ഇളക്കാണ്ട് തന്നെ നിങ്ങൾ പോട്ട് ചെയ്യുക കേട്ടോ പ്ലാൻസ്. പിന്നെന്താ, ഇപ്പോൾ പ്ലാന്റ് വേണമെന്നുള്ളവർ ഈ ഒരു നമ്പറിൽ, വാട്സപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.